കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച് എങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വാഴ്സ് കണ്ട്, കർണാട്ടിക് വാഴ്സ്, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, മറാത്ത, മൈസൂർ വാറുകൾ കണ്ട്, ലോസ് സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പോലുള്ള ലോസ് വഴിയും ഇന്ത്യയിൽ അവർ ആധിപത്യം സ്ഥാപിക്കുന്നതായിട്ട് കണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള 1857 റിവോൾട്ടിലോട്ട് പോകാം. സോ നമുക്ക് ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ടൈം ലൈൻ വരച്ചു നോക്കാം. ഏകദേശം അവർ ഈ പറയുന്ന 1757 വരെ ഒരു ട്രേഡിംഗ് കമ്പനി മാത്രമായിരുന്നു അവർ. എന്നാൽ 1757 ശേഷം ഈ പറയുന്ന വാഴ്സ് എല്ലാം കാരണവും അവർ എടുത്തിട്ടുള്ള പ്രത്യേക പൊളിറ്റിക്കൽ ലോസ് കാരണവും അവർ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ഉപരി ഒരു പൊളിറ്റിക്കൽ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദേ ബിക്കം എ പൊളിറ്റിക്കൽ പവർ. പക്ഷേ അവരൊരു പൊളിറ്റിക്കൽ പവർ ആവുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഡിസ്കണ്ടന്റ് അതുപോലെ ഒരുപാട് അപ്രൈസിങ്സും ഒക്കെ ഉയർന്നു വന്ന് 1857 എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരു വലിയ റിവോൾട്ട് ഉണ്ടായി. സോ 1857 റിവോൾട്ടിൻ്റെ കോസസ് ആണ് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിപ്പം UPSCയിൽ മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1857 കോസസ് അറിഞ്ഞിരിക്കണം. സോ അതിന് നമുക്ക് എക്കണോമിക് കോസസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന സിപ്പോയ്സിൻ്റെ ഡിസ്കണ്ടൻമെൻ്റ് ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ എക്കണോമിക് കോസസ് എന്താണെന്ന് നോക്കി പഠിച്ചു തുടങ്ങാം. സോ എക്കണോമിക് കോസസ്. എക്കണോമിക് കോസസിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു സമൂഹത്തിൽ പല ജോലി ചെയ്യുന്ന പല തലത്തിൽ നിൽക്കുന്നവരെയാണ് എക്കണോമിക് ആയിട്ട് ബാധിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പെസൻസിനെ എങ്ങനെ ഈ പറയുന്ന നിയമങ്ങൾ ബാധിച്ചു എന്ന് നോക്കാം. സോ പെസൻസ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ എക്സ്റ്റേണൽ വാർ എക്സ്പെൻസസുകൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെവി ടാക്സുകൾ ഇന്ത്യയുടെ ലാൻഡിന് മുകളിൽ ചുമത്താൻ തുടങ്ങി. സോ ഹെവി ടാക്സസ് ആണ് ആദ്യത്തെ വിഷയം. ഹെവി ടാക്സ് ഇന്ത്യൻ പെസൻസിൻ്റെ മുകളിൽ ചുമത്താൻ തുടങ്ങി. ഇന്ത്യൻ പെസൻസ് എങ്ങനെ ഇത് അടയ്ക്കും? അവർ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടമെടുക്കും. അവരൊരു വലിയ ഇൻഡസ്ട്രിയിൽ കടം കൊടുക്കും. പിന്നെ പെസൻസിന് ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാതാകുമ്പോഴത്തേക്ക് മണി ലെൻഡേഴ്സ് ഇവരെ ഇവിടുന്ന് എവിക്റ്റ് ചെയ്യും. ഇതായിരുന്നു പെസൻസ് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ എക്കണോമിക് വിഷയം. ഈ പറയുന്ന ഹെവി ടാക്സ് ഏർപ്പെടുത്തുന്ന കുറച്ച് റവന്യൂ അഗ്രിമെൻറ്റ്സ് ഉണ്ട്, അതായത് റവന്യൂ സെറ്റിൽമെൻറ്റ്സ്. ആ റവന്യൂ സെറ്റിൽമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 റവന്യൂ സെറ്റിൽമെൻറ്റ്സുകളാണ് ഈ പറയുന്ന പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റയോട്ട് വാരി, പിന്നെ മഹൽവാരി. ഈ 3 റവന്യൂ സെറ്റിൽമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. സോ ഫസ്റ്റ് നമുക്ക് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ ഈ 3 സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു റവന്യൂ സെറ്റിൽമെൻ്റാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും, ബംഗാൾ, ബീഹാർ, ഒഡീഷ. ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 2 മെയിൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത് സമീന്ദാഴ്സ് നേരത്തെ ഒരു റവന്യൂ കളക്ടർ മാത്രമായിരുന്നു. അവർക്ക് പക്ഷേ ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിലൂടെ ഹെറിഡിറ്ററി ഓണർഷിപ്പ് ലഭിച്ചു. സോ ഇപ്പോൾ ഓണർ എന്ന് പറയുന്നത് സമീന്ദാഴ്സ് ആണ്, ലാൻഡിൻ്റെ ഓണർ. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സമീന്ദാഴ്സ് ഒരു ഫിക്സഡ് റവന്യൂ ആണ് കൊടുക്കേണ്ടത്, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് അല്ല, ഒരു ഫിക്സഡ് റവന്യൂ ആണ് സമീന്ദാഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കേണ്ടത്. സോ ഈ 2 മെയിൻ കണ്ടീഷനാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. പിന്നെ 1793 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബംഗാൾ, ബീഹാർ, ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് വന്നത്. അടുത്തതാണ് റയോട്ട് വാരി സിസ്റ്റം. പേരിൽ തന്നെ എന്തോ സൂചിപ്പിക്കുന്നുണ്ട്. റയോട്ട് എന്ന് പറയുമ്പോൾ പെസൻറ്റ് എന്നാണ് അർത്ഥം. സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സർ തോമസ് മുൺറോ ആണ്. തോമസ് മുൺറോ മദ്രാസിലെ ഗവർണറായിരുന്നു.
1820s. സോ ഇത് അതുകൊണ്ട് തന്നെ ഈ റയോട്ട് വാരി സിസ്റ്റം നിലവിൽ വന്നത് മദ്രാസിലും ബോംബെ, ആസാം, കൂർഗ് പോലുള്ള സ്ഥലങ്ങളിലാണ്. സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ പെർമനന്റ് സെറ്റിൽമെന്റിൽ നിന്ന് റയോട്ട് വാരി സിസ്റ്റം വ്യത്യസ്തമാണെന്ന്. ഏറ്റവും വലിയ വ്യത്യാസം അതിൻ്റെ ഓണർഷിപ്പിൽ തന്നെയാണ്. ഓണർഷിപ്പ് സമീന്ദാഴ്സിൻ്റെ കയ്യിൽ നിന്ന് പെസൻസിന് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടി. പെസൻസ് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ് ആയി അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ചുമതല. ടാക്സുകളെല്ലാം ഡയറക്റ്റായിട്ട് ഈ പെസൻസിൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റവന്യൂ ഫിക്സഡ് അല്ല, റവന്യൂ ഫ്ലോട്ടിംഗ് ആണ്. അതായത് എപ്പോഴും ഒരു ഹൈ റേറ്റ് ആയിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഈ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ റയോട്ട് വാരി പെർമനന്റ് സെറ്റിൽമെന്റ് അത് വ്യത്യാസമാകുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, റവന്യൂ ഫിക്സഡ് അല്ല. രണ്ടാമത്, ഓണർഷിപ്പ് പെസൻസിന് ലഭിച്ച് ടാക്സുകളെല്ലാം ഡയറക്റ്റ് ആയിട്ട് പെസൻസിൻ്റെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട സർ തോമസ് മൊൺട്രോയാണ് ഒരു ക്യാരക്ടറായിട്ട് ഓർത്തിരിക്കേണ്ട. ഓണർഷിപ്പ് പെസൻസിൻ്റെയിലായി, അതുപോലെ തന്നെ റവന്യൂ ഫ്ലോട്ടിംഗ് ആണ്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വ്യത്യാസം. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ മഹൽവാരി സിസ്റ്റമാണ്. മഹൽവാരി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പെർമനന്റ് സെറ്റിൽമെൻറ്റിൻ്റെയും റയോട്ട് വാരി സിസ്റ്റത്തിൻ്റെയും ഒരു മിക്സാണ് മഹൽവാരി സിസ്റ്റത്തിൽ ഈ പറയുന്ന ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഹോൾട്ട് മക്കൻസിയാണ്. ഹോൾട്ട് മക്കൻസി 1822 കൊണ്ടുവന്ന സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവർണറിൻ്റെ പേര് പറയാൻ പറ്റുവാണെങ്കിൽ അത് ലോർഡ് ബെൻഡിക്കാണ്. കാരണം മഹൽവാരി സിസ്റ്റം 1833 ലോർഡ് വില്യം ബെൻഡിക് റിവ്യൂ ചെയ്തിരുന്നു. സോ ഒരു ലോർഡിൻ്റെ പേരാണ് ഓപ്ഷനിലുണ്ടെങ്കിൽ ലോർഡ് വില്യം ബെൻഡിക്കാണ്. കൊണ്ടുവന്നത് ഹോൾട്ട് മക്കൻസി 1822. ഇതിൽ എന്താ ഇത്ര വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ലാൻഡിനെ ഒരുപാട് മഹൽസ് ആയിട്ട് തിരിച്ചു, ഓരോ ഡിവിഷനുകളായിട്ട് തിരിച്ചു. ഈ മഹലിനുള്ളിൽ തന്നെ ഒരുപാട് വില്ലേജുകളുണ്ടായിരുന്നു. സോ ഈ മഹൽസിൻ്റെ ചുമതലയുള്ളത് വില്ലേജ് ഹെഡ്മാനാണ്. സോ വില്ലേജ് ഹെഡ്മാനായിരുന്നു റവന്യൂ ടാക്സ് കളക്ടർ. സോ ടാക്സ് കളക്ഷൻ വില്ലേജ് ഹെഡ്മാന്. ഓണർഷിപ്പ് ഇപ്പോൾ ആർക്കാണ്? നമ്മുടെ റയോട്ടിൽ കണ്ടതുപോലെ തന്നെ ആർക്കാണ്? പെസൻസിനാണ്. സോ ഇതാണ് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഓണർഷിപ്പ് പെസൻസിൻ്റെ ആയതുകൊണ്ട് റയോട്ട് വാരി സിസ്റ്റം പോലെ നമുക്ക് തോന്നും. പക്ഷേ ടാക്സ് കളക്ട് ചെയ്യുന്ന വില്ലേജ് ഹെഡ്മാന്, വിച്ച് ഇവഞ്ച്വലി അവരൊരു സമീന്ദാഴ്സിനെ പോലെ ഒരു മിഡിൽ മാനായി മാറി. മിഡിൽ മാൻ ഉള്ളത് കൊണ്ട് തന്നെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ക്യാരക്ടറും കൂടെ വന്നു. സോ വില്ലേജ് ഹെഡ്മാനാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ഓണർഷിപ്പ് പെസൻസിൻ്റെ കയ്യിലായിരുന്നു. ഇവിടെ ഓരോ സോയിൽ ക്ലാസസിനും ആവറേജ് റെന്റ് ഫിക്സ് ചെയ്ത് അതായിരുന്നു കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെയും ഒരു ഫ്ലോട്ടിംഗ് റവന്യൂ തന്നെയാണ് മഹൽവാരി സിസ്റ്റത്തിന്. സോ ഈ മൂന്ന് സിസ്റ്റത്തിലൂടെ ഹൈ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് പെസൻസിന് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നു. അത് കാരണം അവർ വലിയ കടക്കണിയിൽ പോവുകയും പിന്നെ അവിടുന്ന് അവരെ എവിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക് കോസസിൽ തന്നെ ആർട്ടിസൻസിനെ എങ്ങനെ ബ്രിട്ടീഷ് നിയമങ്ങൾ ബാധിച്ചു എന്ന് നോക്കാം. സോ എക്കണോമിക് കോസസിൽ ആർട്ടിസൻസിനെ ബാധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ആർട്ടിസൻസിന് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത്? റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന്. സോ ഈ പറയുന്ന ആർട്ടിസൻസിന് റൂളേഴ്സ് അവരുടെ ആർട്ടിസ്റ്റിക് പ്രൊഡക്റ്റുകൾ കണ്ടിഷ്ടപ്പെട്ട് പാട്രണേജ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ റൂളേഴ്സിനെയൊക്കെ അനക്സ് ചെയ്യുകയും കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂളേഴ്സ് ഇല്ലാതായി, അതോടെ പാട്രണേജ് ഇല്ലാതായി, ആർട്ടിസൻസിന് കിട്ടാനുള്ള റവന്യൂ കിട്ടാതായി. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ മാർക്കറ്റ് അവരുടെ ചീപ്പ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ഫ്ലഡ് ചെയ്തു. അപ്പം ഫോറിൻ പ്രൊഡക്ട്സ് വന്നു. അത് അങ്ങനെ പ്രൊമോഷൻ നടന്നപ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഈ ആർട്ടിസൻസിൻ്റെ പ്രൊഡക്റ്റിന് വില ഇല്ലാതായി. സോ അവർക്ക് ഇവിടുന്ന് കിട്ടേണ്ട റവന്യൂ കിട്ടാതായി. സോ ആർട്ടിസൻസും ഈ പറയുന്ന കണക്ക് വലിയ തോതിൽ ഡിസ്കണ്ടൻമെൻറ്റിലായിരുന്നു ആർട്ടിസൻസും ഉണ്ടായിരുന്നത്. ഇനി എക്കണോമിക് കോസസിൽ അടുത്തതായിട്ട് ബാധിച്ചിരിക്കുന്ന ട്രേഡേഴ്സിനെയാണ്. ഈ പറയുന്ന ട്രേഡേഴ്സിനെ ഇതെങ്ങനെ ബാധിച്ച്? അവിടെയും ബ്രിട്ടീഷുകാർ അവരുടെ ഗുഡ്സിന് ലോ താരിഫ് ചെയ്താക്കി, അതായത് ബ്രിട്ടീഷ് ഗുഡ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സ്. അതിനകത്ത് ഈ
ബ്രിട്ടീഷ് ഗുഡ്സിൻ്റെ മേളിൽ ലോ താരിഫുകളാണ്. ട്രേഡേഴ്സിന് ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഹൈ താരിഫ്സ് ആണ്. അത് കാരണം ഇവിടെ നിന്നുള്ള കോട്ടൻ്റെയും സിൽക്ക് ടെക്സ്റ്റൈൽസിൻ്റെയും ഒക്കെ എക്സ്പോർട്ടിങ് നിന്നു എന്ന് തന്നെ പറയാം. സോ ട്രേഡേഴ്സിനും വലിയ നഷ്ടമാണ് ഫേസ് ചെയ്തത്. എക്കണോമിക് പ്രോസസ്സിൽ ഇപ്പോൾ ആർട്ടിസൻസിനെ നമ്മൾ നോക്കി, ട്രേഡേഴ്സിനെ നോക്കി, അതുപോലെ പെസൻസിനെ എങ്ങനെ ബാധിച്ചെന്ന് നോക്കി. പിന്നെ ഈ പറയുന്ന സമീന്ദാസിനെ ഇത് വല്ലാണ്ട് ബാധിച്ചു. സോ സമീന്ദാസിനെ ഇതെങ്ങനെ ബാധിച്ചെന്ന് നോക്കിയാൽ, സമീന്ദാസിന് ഒരു ഫിക്സഡ് റവന്യൂ ബ്രിട്ടീഷുകാർക്ക് എപ്പോഴും കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും സമീന്ദാസിന് അതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു കോവാറൻഡോ ഇവർക്കെതിരെ പുറപ്പെടുവിപ്പിക്കും. ഈ കോവാറൻഡോ പ്രകാരം ഇവിടെയിലിരിക്കുന്ന ലാൻഡ് ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇവരുടെ ഓൺഷിപ്പിലുണ്ടായിരുന്ന ലാൻഡ് ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ സമീന്ദാസിന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ള സ്റ്റാറ്റസും പോയി കിട്ടും. സോ സമീന്ദാസിന് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള എക്കണോമിക് പ്രോസസ്സുകൾ. എക്കണോമിക് പ്രോസസ്സുകൾ നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം റവന്യൂ സെറ്റിൽമെൻറ്റ്, പെസൻസിന് പണിയെടുത്ത്, പിന്നെ പ്രൊമോഷൻ ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്, ആർട്ടിസൻസിന് പണിയെടുത്ത്, അതുപോലെ ഹൈ താരിഫ്, ട്രേഡേഴ്സിന് പണിയെടുത്ത്, പിന്നെ കോവാറൻഡോ, സമീന്ദാസിന് പണിയെടുത്ത്. സോ ഇനി അടുത്തതായിട്ട് എക്കണോമിക് കോസസ് കഴിഞ്ഞ് ഇനി പൊളിറ്റിക്കൽ കോസസ് എന്താണെന്ന് നോക്കാം. റിവോൾട്ടിലേക്ക് നയിച്ച പൊളിറ്റിക്കൽ കോസസ്. പൊളിറ്റിക്കൽ കോസസ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട 2 ലോസ് ആണ്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതുപോലെ മറ്റൊന്ന് സബ്സിഡറി അലയൻസ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണ കേസിൽ രാജാവുണ്ട്, കിങ് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മോൻ നാച്ചുറൽ ഹെയറിനെ അടുത്ത കിങ് ആക്കും. പക്ഷെ അദ്ദേഹത്തിനൊരു മകനില്ലെങ്കിൽ ഒരു വേറൊരു ഫാമിലിയിൽ നിന്ന് ഒരു സണ്ണിനെ അഡോപ്റ്റ് ചെയ്ത് അയാളെ പുതിയ കിങ് ആക്കി മാറ്റും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞ്, ഇനി ഈ പരിപാടി വേണ്ട, നിങ്ങൾക്കൊരു നാച്ചുറൽ ഹെയർ ഇല്ല എന്നുണ്ടെങ്കിൽ അഡോപ്റ്റഡ് സണ്ണിനെ ന്യൂ കിങ് ആക്കാൻ സാധിക്കത്തില്ല. സോ ആ സ്റ്റേറ്റ് ആരെ അനക്സ് ചെയ്യും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനക്സ് ചെയ്യുമെന്ന് പറഞ്ഞ്, ആ നിയമമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ ഹെയർ ഇല്ലാത്ത സ്ഥിതിക്ക് ആ സ്റ്റേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനക്സ് ചെയ്യുന്ന നിയമത്തെയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഇനി സബ്സിഡറി അലയൻസ് കൊണ്ടുവന്ന ലോർഡ് വെല്ലസ്ലിയാണ്. ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന സബ്സിഡറി അലയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സബ്സിഡറി അലയൻസ് ഒരു ട്രീറ്റിയാണ്. ആരൊക്കെ തമ്മിലുള്ള? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പ്രിൻസ്ലി സ്റ്റേറ്റ്സും തമ്മിലുള്ള ട്രീറ്റിയാണ് ഈ പറയുന്ന സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഈ ട്രീറ്റി പ്രകാരം പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ സോവറിനിറ്റിയാണ് ഇല്ലാതാവുന്നത്. അതായത് പിന്നെ അവരുടെ രാജ്യത്ത് തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങൾ പലതും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി മാറും. ഇങ്ങനെ ആദ്യം ആയിട്ട് സബ്സിഡറി അലയൻസിൽ പോകുന്നത് നവാബ് ഓഫ് അവധ് ആണ് അംഗീകരിക്കുന്നത്. പക്ഷേ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് നിസാം ഓഫ് ഹൈദരാബാദാണ്. ഇത് പ്രകാരം ഈ നവാബിനും നിസാമിനും ഒക്കെ അവരുടെ ഓൺ ആംഡ് ഫോഴ്സസ് ഡിസോൾവ് ചെയ്ത് കളയേണ്ട അവസ്ഥയാണ്. സോ ഓൺ ആംഡ് ഫോഴ്സസ് പോയി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഫോഴ്സസിനെ അവരുടെ രാജ്യത്ത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് ഫോഴ്സസിൻ്റെ മെയിൻ്റനൻസിനുള്ള കാശും ആര് കൊടുക്കണം? ഈ പറയുന്ന ആ രാജ്യത്തുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള രാജാക്കന്മാരുടെ ചുമതലയാണ് ഇവരുടെ മെയിൻ്റനൻസ്. അതുപോലെ തന്നെ ഇനി ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിന് ആർക്ക് കൊടുക്കണം? ആ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റും ഉണ്ടാവും. അവർ ഇൻറ്റേർണൽ മാറ്റേഴ്സിൽ ഇടപെടത്തില്ലെന്ന് പറഞ്ഞിട്ടും അവരുടെ കോർട്ടിലൊരു ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഉണ്ടാവും. സോ ഇതാണ് സബ്സിഡറി അലയൻസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രിൻസ്ലി സ്റ്റേറ്റ് തമ്മിൽ ഉണ്ടാക്കുന്നൊരു ട്രീറ്റിയാണ്. സോവർണിറ്റി അതവിടെ പോയി കിട്ടും. സോ അതാണ് സബ്സിഡറി അലയൻസ്. സോ ഈ 2 മെയിൻ കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ കോസസിനിടയിൽ പഠിക്കേണ്ട, ഡോക്ട്രിൻ ഓഫ് ലാപ്സും സബ്സിഡറി അലയൻസും.
പിന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിയിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പെറ്റി ഓഫീഷ്യൽസ്, ലോവർ ലോ കോർട്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കറപ്ഷനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയ കറപ്ഷൻ. സിവിലിയൻസ് ഇത് കാരണം പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. ഇവരുടെയൊക്കെ കറപ്ഷൻ കാരണം പോലീസ്, പെറ്റി ഓഫീഷ്യൽസ്, ലോവർ ലോ കോർട്സ്. നമ്മൾ ഈ 1857 റിവോൾട്ടിൻ്റെ സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സിവിലിയൻസും ഈ പറയുന്ന ലോ കോർട്സും പോലീസ് സ്റ്റേഷൻസും ഒക്കെ ആക്രമിക്കുന്നത്. സിവിലിയൻസ് അബദ്ധെന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 1 ലക്ഷം സിവിലിയൻസ് വരെ മരിച്ചിട്ടുണ്ട്. സോ സിവിലിയൻസിൻ്റെ ഡിസ്കണ്ടൻമെൻറ്റ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ് നിന്ന് വന്നതാണ്, ഇവരുടെ കറപ്ഷൻസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് എന്ന് പറയുന്നത് സോഷ്യോ റിലീജിയസ് കോഴ്സാണ്. സോഷ്യോ റിലീജിയസ് കോഴ്സസ്. സോഷ്യോ റിലീജിയസ് കോഴ്സസ് ബ്രിട്ടീഷുകാർക്ക് എപ്പോഴും അവരുടെ ഉള്ളിലൊരു കോംപ്ലക്സ് ബിഹേവിയർ ഉണ്ട്. അവരാണ് ഇന്ത്യക്കാരെക്കാളും എന്തുകൊണ്ടും ഒരുപാട് മുകളിൽ നിൽക്കുന്നതെന്ന്. സോ ബ്രിട്ടീഷുകാർ അങ്ങനെ വിചാരിക്കുന്നിടത്തോളം ഇന്ത്യക്കാർക്ക് എപ്പോഴും ഡിസ്കണ്ടൻമെൻറ്റ് മാത്രമേ ബ്രിട്ടീഷ് ഭരണത്തോടുണ്ടാവൂ. സോ അത് ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ വരവ്. abolition of sati, support of widow remarriage, tax on mosque and temple lands, പിന്നെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. ഇതിനകത്ത് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്താണെന്ന് നോക്കാം. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തി ഹിന്ദു മതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അദ്ദേഹം വേറൊരു റിലീജിയനിലേക്ക് കൺവേർട്ടഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ ഫാമിലിപരമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഇൻഹെറിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇൻഹെറിറ്റൻറ്റ് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. അതിനെ ഡിസ്ഇൻഹെറിറ്റൻസ് ഫ്രം ഫാമിലി. ഹിന്ദു ലോ പ്രകാരം ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാർ എടുത്ത് കളഞ്ഞു. ഇതാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് 1856 എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ പറയുന്ന അബോളിഷൻ ഓഫ് സതിയും സപ്പോർട്ട് ഓഫ് വിഡോ റീമാരേജും ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അന്നത്തെ ആൾക്കാർക്ക് അവരുടെ സോഷ്യൽ കാര്യങ്ങളിലും റിലീജിയസ് കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുന്നത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സോ ഈ പറയുന്ന റിലീജിയസ് ഡിസബിലിറ്റി ആക്ടുകളും ഈ പറയുന്ന 1857 റിവോൾട്ടിലേക്ക് വലിയ കാരണങ്ങളായി മാറി. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇവൻറ്റ്സ് ആണ്. ഇന്ത്യക്ക് പുറത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ. ഔട്ട്സൈഡ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടൈം ലൈനിലൂടെ അത് പഠിക്കാം. സോ 1838 മുതൽ 1842 വരെ ഫസ്റ്റ് അഫ്ഗാൻ വാഴ്സ്. ഇതിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും ഇന്ത്യക്കാർക്ക് മനസ്സിലാവുകയും ചെയ്ത് അവരുടെ ഫോഴ്സ് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 1845 1849 ഇടയ്ക്ക് നടന്നിട്ടുള്ള പഞ്ചാബ് വാഴ്സ്, ഇതൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തളർത്തിയിരുന്നു. അതുപോലെ പുറത്ത് നടന്ന 1854 1856 ഇടയ്ക്ക് നടന്ന ക്രിമിയൻ വാർ, ഇതൊക്കെ വല്ലാണ്ട് ബ്രിട്ടീഷുകാരെ ബാധിച്ചിരുന്നു. പിന്നെ അടുത്ത റീസൺസ് എന്ന് പറയുന്നത് ഇതായിരിക്കും കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുണ്ടാകുന്ന റീസൺസ്. ഡിസ്കണ്ടന്റ് എമംഗ് സോൾജിയേഴ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഡിസ്കണ്ടൻ്റാണ്
ഡിസ്കണ്ടന്റ് എമംഗ് സോൾജേഴ്സ്. സോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റും സെക്ടേറിയൻ മാർക്കുകൾ, അതായത് ഇപ്പം തിലകക്കുറി ചേർത്ത് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ തൊപ്പി വയ്ക്കുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ തടഞ്ഞു. അവർക്കൊരു ജനറൽ യൂണിഫോമാണ് അവിടെ ആർമിക്ക് വേണ്ടതെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. സോ കാസ്റ്റ് ആൻഡ് സെക്ടേറിയൻ മാർക്സ് റെസ്ട്രിക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്ന ആളെ അറിഞ്ഞിരിക്കുന്നത് ലോർഡ് കാനിങ് ആണ്. സോ ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബംഗാൾ ആർമിയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പം അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റിലീജിയസ് ഇഷ്യൂ ആണ്. അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ കടൽ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഇത് കളങ്കപ്പെടുമെന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം ഇതുപോലുള്ള ലോങ് ജേണികൾക്ക് അവരുടെ വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സാധ്യമാവാത്തത് കൊണ്ടായിരിക്കാം. സോ ബംഗാൾ ആർമിയിലെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്തുള്ള ഈ ചട്ടം, അതായത് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കാം. സോ അതാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അനക്സേഷൻ ഓഫ് അവധാണ്. അവധ് അനക്സ് ചെയ്തതോടെ സിപ്പോയ്സിനിടയിൽ വലിയൊരു ഡിസ്കണ്ടൻമെൻറ്റ് വരാൻ കാരണം അവധാണ് ഒരുപാട് സിപ്പോയ്സിൻ്റെയും ഹോം. സോ ഇതൊക്കെയാണ് ഏറ്റവും മേജർ റീസൺ. പിന്നെ 1857 മാത്രമായിട്ട് അല്ല ഈ ഇതുണ്ടായിട്ടുള്ളത്. മ്യൂട്ടണികൾ, സിപ്പോയ് മ്യൂട്ടണീസ് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാകുന്നുണ്ട്, കുറേ ഗ്യാപ്പുകളുടെ ഇടയിൽ. 1764 ബംഗാളിൽ ഒരു സിപ്പോയ് മ്യൂട്ടണി ഉണ്ടായി. അതുപോലെ 1806 വെല്ലൂരുണ്ടായി. അതുപോലെ 1825 ബരക്പൂർ ഉണ്ടായി. 1838 1842 ഇടയ്ക്ക് നടന്ന നമ്മൾ നേരത്തെ നോക്കിയ ഫസ്റ്റ് അഫ്ഗാൻ വാറിൻ്റെ ഇടയിലും ഈ പറയുന്ന സിപ്പോയ് മ്യൂട്ടണീസ് ഉണ്ടായിരുന്നു. സോ അവരുടെ ഇടയിൽ ഡിസ്കണ്ടൻമെൻറ്റ് വളരെ എവിഡൻ്റ് ആണ്. സോ ബംഗാൾ, വെല്ലൂർ, ബരക്പൂർ, ഫസ്റ്റ് അഫ്ഗാൻ വാറിൻ്റെ സമയത്ത്. സോ ഇതൊക്കെയാണ് ഇതിലേക്ക് നയിച്ച മേജറായിട്ടുള്ള എക്കണോമിക്, പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഔട്ട്സൈഡ് റീസൺസും ഡിസ്കണ്ടൻമെൻറ്റ് എമംഗ് സോൾജേഴ്സും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 1857 റിവോൾട്ടിൻ്റെ ഓൺസെറ്റും അത് നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സും ആരൊക്കെയായിരുന്നു എന്നാണ്. ഏതൊക്കെ രാജാക്കന്മാർ, രാജ്ഞിമാർ ഇതിൻ്റെ കൂടെ നിന്നെന്നാണ് നോക്കേണ്ടത്.